അതിജീവനത്തിന്റെ നാടാണ്. കുട്ടനാടെന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തെ ഒക്കെ അതിജീവിച്ച് വെള്ളത്തിന് മേലെ വെള്ളം അല്ലേ, അതാണ് നമ്മുടെ പോളിസി. ആലപ്പുഴക്കാരുടെ മഴ പെയ്താൽ മഴയ്ക്ക് മുന്നേ നീന്തിക്കയറുന്നവരും വെള്ളം പൊങ്ങിയ വെള്ളത്തിന് മുന്നേ നീന്തിക്കയറുന്നവരും അല്ലെങ്കിൽ വെള്ളത്തെ അതിജീവിച്ച് വെള്ളത്തിന് പുറത്ത് ജീവിക്കുന്നവർ അല്ലെ അതിന് പുറത്ത് വീടായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങള്. അതുകൊണ്ട് തന്നെ അതിജീവനത്തിന്റെ ഉത്സവമാണ് വള്ളംകളി. നമുക്കറിയാം വയനാട് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു, വയനാടിന്റെ ദുഃഖം നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു. മറ്റാരെക്കാൾ നന്നായി ആലപ്പുഴയ്ക്ക് വയനാടിനെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ നാട്, ആ ജനത അനുഭവിച്ച ദുരിതം, പ്രകൃതിക്ഷോഭത്തിൽ നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങൾ, അത് പ്രളയത്തെ ഏറ്റവും പക്ഷേ എങ്കിൽ പോലും ഒരു അപേക്ഷയുണ്ടായിരുന്നു, നെഹ്റു ട്രോഫി ഞങ്ങൾക്ക് വേണം. അത് അതിജീവനത്തിന്റെ ഉത്സവമാണ്. ഒരു പക്ഷേ പ്രകൃതിയോട് ഏറ്റവും അധികം നെഹ്റു ട്രോഫി മത്സരത്തിന്റെ കപ്പ് സമ്മാനിക്കുന്നു കാരിച്ചാൽ എന്ന ജനരാജാക്കന്മാർക്കാണ് ഇപ്പോൾ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കപ്പ് സമ്മാനിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര ആവേശകരമായ മത്സരമായിരുന്നു അവിടെ സംഭവിച്ചത്. ആ മത്സരത്തിലേക്ക് ഇതാ ഒരു കപ്പ് കൂടി, അഞ്ചാമതും ഒരു കപ്പ് കൂടി കാരിച്ചാലിന്റെ നോക്കുക, കാരിച്ചാലിന്റെ പക്കലേക്ക് ആവേശ കാഴ്ചയാണ്. അവരാ ട്രോഫി വാങ്ങിച്ചവരൊക്കെ മാറാൻ പറ. ഈ ട്രോഫി വാങ്ങിയവർ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറണം. ട്രോഫി കിട്ടിയ ആഹ്ലാദ പ്രകടനങ്ങൾ അങ്ങോട്ട് നീങ്ങിയാവാം. മറ്റ് ട്രോഫികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ട്രോഫി വാങ്ങിയവർ പിന്നിലേക്ക് മാറേണ്ടതാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തങ്ങളുടെ അഞ്ചാമത് കപ്പുമായി പുന്നമട വിടുകയാണ്. ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കപ്പ് സ്വന്തമാക്കി പുന്നമടയുടെ ജനരാജാക്കന്മാരായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്കാണ് ഈ ആലപ്പുഴ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എത്ര മനോഹരമാണ് വള്ളംകളി, എത്ര ആവേശകരമാണ് വള്ളംകളി, എത്ര ഭംഗിയുള്ള കാഴ്ചയാണ് വള്ളംകളി. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വള്ളംകളി കടന്നെത്തിയ കളിപ്രേമികളെയൊക്കെ ആവേശരായിക്കൊണ്ട് ഏറ്റവും ആവേശകരമായ ഒരു ഫൈനൽ മത്സരം കാഴ്ചവെക്കുന്നു. നമ്മുടെ കാണാം ട്രോഫി ഏറ്റുവാങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ. അതിമനോഹരമായ ഒരു മത്സരത്തിനൊടുവിൽ ഇതാ ട്രോഫി ഏറ്റുവാങ്ങി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അഭിമാനത്തോടുകൂടി മടങ്ങുകയാണ്. അത്യന്ത അഭിമാനത്തോടുകൂടി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആവേശകരമായ മത്സരം. പുന്നമടയെ അക്ഷരാർത്ഥത്തിൽ ആവേശകരം. സാധാരണ വള്ളപ്പാട്, തുഴപ്പാട് എന്നൊക്കെ പറയും. ഇവിടെ ഒരു വ്യത്യാസവും ഇല്ലാതെ മൈക്രോ സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇതാ കപ്പ് സ്വന്തമാക്കി മടങ്ങുന്ന ഒരു ക്ലബിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആവേശ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ വരണം, പുന്നമടയിൽ വരണം. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് അടുത്ത നെഹ്റു ട്രോഫി വള്ളം കളിക്കായി. ദൃശ്യഭംഗിയാർന്ന ഏറ്റവും മനോഹര കാഴ്ചയായ വള്ളവും വെള്ളവും ഒപ്പം ആവേശവും ഒത്തുചേരുന്ന നയനമനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ പുന്നമടയെ ആവേശഭരിതമാക്കി ഇത്തരത്തിൽ വലിതോതിൽ ഒരു കപ്പ് വാങ്ങി സ്വന്തമാക്കി അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നത് ഏറെ ആവേശകരമായിരുന്നു. ഏറെ ആവേശകരമായ ഒരു കാഴ്ചക്കൊടുവിൽ ഇതാ പള്ളാത്തുരുത്തി ചാമ്പ്യന്മാരാകുന്നു. 4 ചുണ്ടൻ വള്ളങ്ങളുടെ അതിമനോഹരമായ മത്സരം, അത്യന്തം ആവേശകരമായ മത്സരം. ആരാണ് മുന്നിലെന്ന് ഫോട്ടോ ഫിനിഷിലെത്തിയ മത്സരം. ഏറ്റവും കൂടുതൽ ജഡ്ജസിന് അവരുടെ ക്യാമറ സംവിധാനങ്ങൾ കൊണ്ട് തീരുമാനിക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ആവേശ കാഴ്ചകൾ ബാക്കി വെച്ചുകൊണ്ട് ഇതാ പുന്നമടയിൽ മറ്റൊരു ജലോത്സവത്തിനു കൂടി അരങ്ങ് അത് ഒഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഈ ലൂസേഴ്സ് ഫൈനലിലൊക്കെ അല്പം മേധാവിത്വം രാജാക്കന്മാർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ 4 ചുണ്ടൻ വള്ളങ്ങളും ഒരേപോലെ തുഴഞ്ഞ് ആവേശ കാഴ്ചയായി നമ്മൾ കണ്ടു. ശരണ്യ വിധി കൽപ്പിക്കട്ടെ. ഏതായാലും
ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കട്ടെ. തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടൻ ജലരാജാക്കന്മാരായ ഏറ്റവും മനോഹരമായ കാഴ്ചക്കാണിപ്പോൾ പുന്നമടക്കായൽ സാക്ഷ്യം വഹിച്ചത്. പുന്നമടയിലെ ഓരോ വെള്ളത്തുള്ളികളെയും കോൾമയിൽ കൊള്ളിച്ചുകൊണ്ട് അവിടെ കൂടി നിന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിച്ചുകൊണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കട്ടെ. ഏതായാലും നേതൃത്വത്തില് നടുഭാഗം കുമരകം ബോട്ട് ക്ലബിന്റെ നിരണം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തില് ഇനിയും ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. ഏതായാലും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക റിസൾട്ടിൽ കാണിക്കുന്നത്. വീണ്ടും സെക്കൻഡുകളെ വിഭജിക്കുന്നു. അവിടെ മൈക്രോ സെക്കൻഡില് ഒരു ചെറിയ വ്യത്യാസം. ഇനിയും ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കട്ടെ. ഏതായാലും പള്ളാത്തുരുത്തി ചാമ്പ്യന്മാരായിരിക്കുന്നു.